രക്തത്താൽ കർത്താവ് ദിവ്യലേപനമായ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കടകമ്പോളങ്ങൾ വ്യാപാര വ്യവസായങ്ങൾ ഒക്കെ നടത്തുന്നവർ അതിൻ്റെ ബിസിനസ്സിൽ കച്ചവടത്തിൽ വരുന്ന പ്രതിസന്ധികളിൽ കച്ചവടത്തിൽ കർത്താവ് വേണ്ടത്ര പണം വരാത്തവരോ പണം കുടുങ്ങിപ്പോയവരോ അതിൻ്റെ ജപ്തി നടപടികളെയോ മറ്റു തരത്തിലുള്ള ബാങ്ക് നിലപാട് നടപടികളെയോ നേരിടുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിദ്യാഭ്യാസ ലോണിന് വേണ്ടി എടുക്കുകയും അതുപോലെ വിദ്യാഭ്യാസ ലോണിന് ശേഷം ജോലി കിട്ടിയതിന് ശേഷം അത് പിന്നെ ജോലി നഷ്ടപ്പെടുകയും അത് ലോൺ അടക്കാൻ പറ്റാതെ വരികയും ചെയ്തിട്ടുള്ള മക്കളുണ്ട് ഈശോയെ. പെര കെട്ടുവാനോ റിപ്പയർ ചെയ്യാനോ കഴിയാത്ത ആൾക്കാരുണ്ട് ഈശോയെ. അതുപോലെ തന്നെ ആ വീട്ടിലേക്കുള്ള വഴി ഇല്ലാത്തവരുണ്ട് ഈശോയെ. വെള്ളമില്ലാത്തവരും അതുപോലെ തന്നെ പലതരത്തിലുള്ള അയൽവാസികളുമായിട്ട് പല സങ്കടങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അവരെല്ലാം സ്പർശിച്ച് പ്രാർത്ഥിക്കണം ഈശോയെ. വസ്തു വിൽക്കാൻ പറ്റാത്തവർ, വസ്തു ഭാഗവടപ്പെട്ട് ചെയ്യാൻ പറ്റാത്തവർ, സഹോദരങ്ങൾ തമ്മിൽ ഭിന്നതയോട് ജീവിക്കാതെ മാറി താമസിച്ചുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്തവർ, മാറിൻ്റെ പേരിൽ എപ്പോഴും കുടുംബത്തിൽ കലഹവും ഭിന്നതയും കർത്താവ് 2 വെപ്പുകളും 3 വെപ്പുകളുള്ള പാവപ്പെട്ടവരുടെ കുടുംബങ്ങളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവിടെ എല്ലാം കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് കർത്താവ് പ്രത്യേക അടയാളം നൽകി അവർ സന്ധികളെ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ